മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും കെ.പി.സി.സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്കും താക്കീത് നൽകിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് സംഘടനാ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ യു.ഡി.എഫ് ഘടകകക്ഷി നേതാക്കൾ സോണിയാഗാന്ധിയെ സന്ദർശിക്കുകയും തങ്ങളുടെ ആശങ്ക ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രശ്നപരിഹാരത്തിന്റെ ആദ്യഘട്ടത്തിൽ യു.ഡി.എഫ് യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കും. യോഗം ഈ മാസം 10-ന് നടക്കുമെന്നാണ് അറിയുന്നത്. സോണിയാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം തുടർന്ന് നടക്കുന്ന പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗത്തിൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി മുകുൽ വാസനിക് പങ്കെടുക്കുകയും ചെയ്യും. ജില്ലാ തലത്തിലുള്ള പാർട്ടി സംവിധാനങ്ങളിൽ ഇടപെടുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് പാർട്ടിയെ സജ്ജമാക്കുകയും ചെയ്യാനാണ് നീക്കം. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിപദവി സംബന്ധിച്ചോ പുനഃസംഘടന സംബന്ധിച്ചോ തൽക്കാലം ചർച്ചകളുണ്ടാവില്ല. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രിയും കെ.പി.സി.സി പ്രസിഡന്റും രണ്ട് ചേരികളിൽ നിൽക്കുകയും ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം സംസ്ഥാനത്തെ മുന്നണി സംവിധാനത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമാകും എന്നാണ് വിവിധ കക്ഷി നേതാക്കൾ സോണിയാഗാന്ധിയെ ധരിപ്പിച്ചിട്ടുള്ളത്. സോണിയ ഇരു നേതാക്കളോടും വിശദീകരണം തേടുകയും ശാസിക്കുകയും ചെയ്തു. മീഡിയ 1 തിരുവനന്തപുരം.